Welcome. Subscribe to my channel. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن محمدًا مصطفى صلى الله عليه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അർഹിക്കുന്ന ഭാഷയിൽ വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളിതുവരെ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് അവൻ്റെ മഹത്തരമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പോരിശകളുള്ള, ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന,
പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച സൗഭാഗ്യവാന്മാർ തന്നെയാണ് നമ്മൾ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിൻ്റെ പേരിൽ റബ്ബിൻ്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ശുക്ർ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാനായിക്കൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമുക്കറിയാം, പരിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാനുള്ള പ്രത്യേക കാരണം എന്തെന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നത് നമുക്കറിയാവുന്നതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം, ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടാകുന്നത്. ആ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെല്ലാം റബ്ബിൻ്റെ അടുക്കൽ ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെ വിശദീകരിച്ചു തരുന്നത് ഇബാദത്തായിക്കൊണ്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഖുർആൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി നാം കാണേണ്ടതാണ്. നമുക്കറിയാം, മനുഷ്യലോകത്തേക്ക് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറ ബഖറയിലെ 30-ാമത്തെ വാചകം തൊട്ട് ഏകദേശം ആരംഭിക്കുന്ന 10ഓളം വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെ അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ മറ്റ് ഭാഗങ്ങളിൽ സൂറത്തുൽ ഇസ്രാ പോലെ, സൂറത്തുൽ ത്വാഹ പോലെ എന്നിങ്ങനെ പല ഭാഗങ്ങളിലായി ഇതേ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണത് പഠിപ്പിച്ചു തരുന്നത്? അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉത്തമമായ പാഠങ്ങൾ പഠിച്ചു കൊള്ളേണ്ടതുണ്ട്. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന രംഗം മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഭൂമിയിലേക്ക് ഒരു പിൻഗാമി ആയിക്കൊണ്ട്, എൻ്റെ ഒരു അവകാശി ആയിക്കൊണ്ട് ഞാൻ ദുനിയാവിലേക്ക് ഒരാളെ പടച്ചു വിടുകയാണ് എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, ഖാലു, ആ മലക്കുകൾ പറയുകയാണ്, എന്തിനാണ് അവരെ പടക്കുന്നത്? ആ ദുനിയാവിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ രക്തം ചീന്താൻ വേണ്ടിയോ? എന്തിനു വേണ്ടിയാണ് അവരെ പടക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ പറയുകയാണ്, നിന്നെ പുകഴ്ത്താൻ, നിന്നെ വാഴ്ത്താൻ, നിന്നെ പ്രത്യേകപ്പെടുത്താൻ ഞാനിതാ നമ്മളിവിടെ ഇല്ലേ, എന്തിനാണ് വെറുതെ മനുഷ്യരെ പടച്ചു വിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ മനുഷ്യരാശിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, കളിമണ്ണ് കൊണ്ട് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് മലക്കുകളോട് ഒരുപാട് വസ്തുക്കളുടെ പേരുകൾ പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക്, അല്ലാഹു നീ എത്ര പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീ പഠിപ്പിച്ചു തന്നതായിട്ടല്ലാത്ത ഒരറിവും എൻ്റെ പക്കലില്ല. അങ്ങനെ ഇരിക്കെ നീ എല്ലാം അറിയുന്നവനാണ്, നീ എത്രയോ പരിശുദ്ധനാണ് എന്ന് മലക്കുകൾ കൈമലർത്തുകയാണ്. ആ സമയത്ത് ആദം അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, ഖാല യാ ആദം അംബിഹും ബി അസ്മാഇഹിം. ആദമേ, അവയുടെ എല്ലാ പേരുകളും നീ പറയുക എന്ന് പറയുകയും ആ സമയത്ത് ആദം അലൈഹി ഇസ്ലാം കൃത്യമായി ഓരോ പേരുകളും കൃത്യമായി പറയുകയും ചെയ്ത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ സുജൂദിനായി കൊണ്ടുവരുന്ന രംഗവും നമുക്കറിയാം. നമ്മളെല്ലാം ഒരുപാട് കേട്ട ചരിത്രമാണ്. ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാ മലക്കുകളും അവിടെ വെച്ചുകൊണ്ട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗം, അവിടെ നിന്നുകൊണ്ട് സുജൂദ് ചെയ്യാത്തതെന്ന്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതു. നീ എന്തിനാണ് അള്ളാന്റെ കൽപ്പന പ്രകാരം ആദമിനെ സുജൂദ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഖാല അന ഖൈറും മിൻ, ഞാനാണ് അവനേക്കാൾ ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. ഖലഖതനി മിൻ നാർ, എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കുകയും
വഖലഖതഹു മിൻ തീൻ, അവനെ വെറും കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള അവൻക്ക് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്തിന് എന്നുള്ള അഹങ്കാരത്തിൻ്റെ വർത്തമാനം ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ആ പുറത്താക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറ ഹിജ്റിലെ 39-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോക്കി വെല്ലുവിളിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്ലീസ് ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അവിടുന്ന് പറയുകയാണ്, റബ്ബേ, എന്നെ നീ വഞ്ചിച്ചതിൻ്റെ കാരണത്താൽ, എന്നെ വഞ്ചിക്കപ്പെടാൻ കാരണമായ ആ മനുഷ്യകുലത്തെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുന്നത് തന്നെ ചെയ്യും. അവർക്ക് ദുനിയാവിനെ അലങ്കാരമായി തോന്നിപ്പിക്കുകയും ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്നെ നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന നിന്റെ അടിമകൾ ആരുണ്ടോ അവരെ ഒഴികെ ബാക്കി എല്ലാവരെയും നാം വഴിതെറ്റിക്കാൻ തുടങ്ങും. ഇബ്ലീസ് ആ വാക്ക് അവിടുന്ന് ആരംഭിച്ചു. ഇബ്ലീസ് ആ പുറത്താക്കിയതിൻ്റെ ദേഷ്യം അവിടെ നിന്ന് തന്നെ കാണിക്കാൻ തുടങ്ങുകയാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വസിക്കാൻ പറഞ്ഞ രംഗവും അതും നമുക്കറിയാവുന്നതാണ്. അവിടെ ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തിൻ്റെ അടുക്കലേക്ക് നീ അടുക്കരുത്. ബാക്കി എന്തും നിനക്ക് സുഖിക്കാം, ഏത് ഭക്ഷണവും ഭക്ഷിക്കാം, എന്തും നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. പക്ഷേ ആ മരത്തിൻ്റെ അടുക്കലേക്ക് മാത്രം എത്തരുതട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടെ കയറി വരികയാണ്. അവരുടെ മനസ്സിലേക്ക് വസ്വാസം ഉണ്ടാക്കി കൊടുത്തു. എന്തിനു വേണ്ടിയാണ് അല്ലാഹ് അതിൽ നിന്ന് തടഞ്ഞതെന്നറിയുമോ? അൻ തകൂന മിനൽ മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ, ഒന്നില്ലെങ്കിൽ നീ മലക്കായി പോവും, നിങ്ങൾ രണ്ടാളും മലക്കുകളായി തീരും, അല്ലെങ്കിൽ ഔ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായിക്കൊണ്ട് സ്വർഗത്തിൽ നിൽക്കേണ്ടവരായി മാറും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലേണ്ടതില്ല എന്നുള്ള ആ ഒരു കർശന നിയമം അവിടുന്ന് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ആദം അലൈഹിസ്സലാം അതിൽ നിന്ന് ഭക്ഷിച്ച രംഗവും നമുക്കറിയാം. ആ ഭക്ഷിച്ച പാടെ അവരുടെ ഔറത്ത് അവിടെ നിന്ന് വെളിവാവുകയാണ്. അവരുടെ ഔറത്തുകൾ വെളിവാവുകയാണ്. അവർ വസ്ത്രങ്ങളില്ലാതെ അവസാനം ചെടികൾ വെച്ചുകൊണ്ട് അവരുടെ നഗ്നതകൾ മറച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന രംഗവും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖാല റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളോട് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. റബ്ബേ, നീ എങ്ങാനും പുറത്തു തന്നിട്ടില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ എന്നുള്ള ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് തീരുമാനം കടന്നു വരികയാണ്. ആദം അലൈഹിസ്സലാമിനോടും ഹവ്വ ബീവിയോടുമെല്ലാം അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് പോകാൻ. അതാണ് ആമുഖമായി നാം പാരായണം ചെയ്ത വാചകം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നാം അവരോട് പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക. ഇഹ്ബിതു മിൻഹാ ജമീഅ, ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങളിലേക്ക് വന്നെത്തുകയും, ഫമൻ തബിഅ ഹുദായ, ആരാ ഹുദയെ പിൻപറ്റുന്നുണ്ടോ, ആരാ സന്മാർഗത്തെ സ്വീകരിക്കുന്നുണ്ടോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, അവർ ഒരിക്കലും വിഷമിക്കേണ്ടിയും വരില്ല. ആദം അലൈഹിസ്സലാം ആ ഹിദായത്തുമായി കൊണ്ട് ദുനിയാവിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്നുകൊണ്ട് ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, അതിനുശേഷമുള്ള കാലം കഴിഞ്ഞു. അങ്ങനെ കാലങ്ങൾ ഏകദേശം ഒരുപാട് തലമുറകൾ പിന്നിട്ടു പോയി. ആ പിന്നിട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മനുഷ്യരുടെ വഫാത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ രൂപമുണ്ടാക്കുകയും ആ രൂപത്തിൻ്റെ പുറകിൽ അവരെ ബഹുമാനിക്കാൻ എന്നോളം അവിടെ സ്ഥാപിക്കുകയും അവസാനം അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രംഗം കടന്നു വന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്തിൽ നിന്നുകൊണ്ട് തെറ്റിപ്പോകുന്ന ഒരു സമൂഹം അവിടെ നിന്ന് ഉടലെടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവിടേക്ക് അയച്ചു കൊടുത്തുകൊണ്ട്, ആ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് തെറ്റാണ്, റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള പാഠം അവരുടെ മുമ്പിലേക്ക് പ്രഖ്യാപിച്ചു കൊടുത്തു. 950 വർഷത്തോളം മഹാനായ നൂഹ് അലൈഹിസ്സലാം ആ ജനതയുടെ മുന്നിൽ രാവും പകലും വ്യത്യാസമില്ലാതെ അവരെ ഈ ഹിദായത്തിലേക്ക് ക്ഷണിക്കാനായി കൊണ്ടുവന്നു. പക്ഷേ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അദ്ദേഹത്തിൽ സ്വീകരിച്ചത്.
ആ കാലഘട്ടത്തിൽ ആ ഒരു വിരലിലുണ്ടാവുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയും ബാക്കിയുള്ളവരെ എല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായിക്കൊണ്ട് മാറുകയും ചെയ്യുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരികയാണ്. ഇതുപോലെ ഓരോ തലമുറകളും അതിനുശേഷം ആ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടും ഹിദായത്ത് തെറ്റിപ്പോകുന്ന രംഗം വന്നു. ആ തെറ്റിപ്പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ അയച്ചുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന രംഗം. അങ്ങനെ അതൊരു ചങ്ങല പോലെ അത് നീണ്ടു വന്നു. അതിൻ്റെ അവസാന കണ്ണിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലേക്ക് കടന്നു വരികയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന ആ ഒരു സൈന്യത്തെ അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരെ പരിശുദ്ധ ഖുർആൻ രണ്ട് രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് മുമ്പും ശേഷവുമുള്ള ജനതയെ പറ്റി പരിശുദ്ധ ഖുർആൻ രണ്ടായിക്കൊണ്ട് തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഒന്നാമത് റസൂൽ വരുന്നതിന് മുമ്പുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ജനത, അവരെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത കഴിഞ്ഞുപോയത്. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു, അവർക്ക് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഹിദായത്ത് എന്താണെന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തു, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഓതി കേൾപ്പിച്ചു കൊടുത്തു, ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു. എന്നിങ്ങനെ ആ ജനതയെ 23 വർഷ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈ ജനതയെ പറ്റി, ഈ വഴികളിലാണെന്ന് പറഞ്ഞ ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളെ അയക്കപ്പെട്ട ജനതയിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണട്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ് അവരെ ആ ഒരു ദറജയിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ, ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ലതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഖുർആനിനെ ഈ റമളാൻ മാസമാകുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും നമ്മൾ മനസ്സിലാക്കാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്, ഒരാവർത്തി, രണ്ടാവർത്തി, മൂന്നാവർത്തി ഖത്തം തീർക്കുന്നതിലെല്ലാം മത്സരം വെക്കാറുണ്ട്. പക്ഷേ ഈ ഖുർആൻ കൊണ്ട് എനിക്ക് മാറാനായിക്കൊണ്ടുള്ളത് എന്താണ്, എനിക്ക് അതിൽ നിന്ന് ലഭിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. കാരണം വിശ്വാസികളെ പറ്റി പരിചയപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് കാണാം, വഇദാ തലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ ആ വിശ്വാസികൾക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് അവരുടെ ഈമാനിനെ അത് വർദ്ധിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ജനതയെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലാണ് കൊണ്ട് നടന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം ചരിത്രം നമ്മുടെ മുമ്പിൽ കാണിക്കപ്പെട്ടതാണ്. അവിടുന്ന് പറയുന്നുണ്ട്, ഉക്കാല ചന്തയെ വിറപ്പിച്ച വളരെ ധൈര്യവാനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ആര് കണ്ടാലും പേടിക്കുമെന്ന് പഠിപ്പിച്ചു തന്ന ഉമർ. ആ ഉമറിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്ന രംഗമുണ്ട്. എങ്ങനത്തെ ഉമറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റുക്കാല ചന്തയിലേക്ക് സുബഹിന്റെ നേരമാകുമ്പോഴേക്കും കടന്നു ചെല്ലും. അവിടെയുള്ള കച്ചവടക്കാരൻ്റെ അടുക്കലേക്ക് താൻ നേടിയെടുത്ത ലാഭം എന്തെന്നുള്ളത് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ കൈനീട്ടും. ഇപ്പൊ ഇല്ല, എൻ്റെ കയ്യിലേക്ക് നീ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ തരാമെന്ന് പറയുമ്പോഴേക്കും, ആ പറഞ്ഞ് തീരുമ്പോഴേക്കും അവൻ്റെ കഴുത്തിലേക്ക് കടാര വീഴുകയും അവൻ്റെ ചെറുവിരൽ മുറിച്ചുകൊണ്ട് അവൻ്റെ ഉമറിൻ്റെ മാലയുടെ ലോക്കറ്റാക്കി ഇട്ടുകൊണ്ട് തൊട്ടടുത്ത കടയിൽ പോയിക്കൊണ്ട് പൈസ ചോദിക്കുന്ന അത്രമാത്രം ആളുകളുടെ ഇടയിൽ പേടിയോടുകൂടി ആ പേടിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചിരുന്ന തെമ്മാടിയായ ഉമറിനെ അവിടുന്ന് മാറ്റിയിട്ട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഏതെങ്കിലും ഒരു ആടുമാടൊട്ടകങ്ങൾ വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഉമറിനോട് അള്ളാഹ് ചോദിക്കൂലേ എന്നോർത്ത് കരഞ്ഞ ഉമറാക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആന. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, അതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ എന്നും നിരന്തരമായി കൊണ്ട് കടന്നു വന്നിരുന്ന ഒരു സ്വഹാബിയെ കുറെ നാളായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിക്കാനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിടുന്നുണ്ട്. ആ ഉത്തരവിടുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം മദ്യപാനം ആരംഭിച്ചതായി കൊണ്ട് അറിയുകയാണ്.
അവരുടെ അടുക്കലേക്ക് അവൻ പരിശുദ്ധ ഖുർആനും ദീനുമെല്ലാം വിട്ടുകൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കത്തെഴുതി കൊടുക്കുകയാണ്. ആ കത്തിന്റെ ആ ഉള്ളിലുള്ള വാചകം എന്തെന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ റിസാലത്തു മിൻ ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ബിൻ ഖത്താബിൽ നിന്നുള്ള റിസാലത്താണ്, കത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുതി വെക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറ മുഅ്മിന്റെ 3-ാമത്തെ വാചകം ഗാഫിലിദ് ദംബ് വഖാബിലിത് തൗബ് ശദീദുൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഈ ഒരൊറ്റ ആയത്ത് മാത്രം ആ കത്തിൽ എഴുതി കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കത്തയക്കുകയാണ്. അദ്ദേഹം സ്വബോധമുള്ള സമയത്ത് ആ കത്ത് വായിക്കുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ തൗബ ചെയ്തുകൊണ്ട് വീണ്ടും നിറസാന്നിധ്യത്തോടു കൂടി മടങ്ങി വന്നു എന്ന് നമുക്ക് കാണാം. എന്താണ് ആ വാചകത്തിലുള്ളത്? ഗാഫിലിദ് ദംബ്. നിന്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കും, ആ തെറ്റുകളൊക്കെ പൊറുക്കുന്നവനാണ് നിന്റെ റബ്ബ്. ആ പൊറുക്കാനായിക്കൊണ്ടുള്ള മനസ്സ് നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് റബ്ബേ എൻ്റെ തൗബ നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ തൗബ സ്വീകരിക്കുന്നവനാണ് നിന്റെ റബ്ബ്. ഇതിനെല്ലാം അവസരം ലഭിച്ചിട്ടും നീ വീണ്ടും തൗബ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നിന്റെ റബ്ബ് എന്നുള്ള വാചകം അദ്ദേഹത്തെ മാറ്റി വീണ്ടും സദസ്സുകളിലേക്ക് സജീവമായി കടന്നു വന്നു. നമ്മളൊന്ന് ചോദിച്ചു നോക്കാം, പരിശുദ്ധ ഖുർആനിൻ്റെ എത്ര ആയത്തുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരായത്തിൻ്റെ ശകലം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മളെ പടച്ച, നമ്മളെ നമ്മളാക്കിയ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുകയല്ലേ? നമ്മളോട് സംസാരിക്കാനാണ് പല സന്തോഷ വാർത്തകൾ പറഞ്ഞു തരുന്നുണ്ട്, പല താക്കീതുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുമ്പോൾ ആ രക്ഷിതാവിൻ്റെ സംസാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അഥവാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും പൂട്ടിട്ട് കെട്ടിവച്ചിരിക്കുകയാണോ എന്നുള്ള അള്ളാന്റെ ചോദ്യത്തിൽ അതേ റബ്ബേ എന്നാണോ ഞാൻ പറയേണ്ടത്? അല്ല റബ്ബേ, ഞാനിതാ തുറന്നു വച്ചിരിക്കുകയാണ്, നീ എന്നോട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അത് പാരായണത്തിനാവട്ടെ ആ ഒരു സമയത്ത് അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചില ആയത്തുകൾ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ ഒന്ന് നമ്മൾ അർത്ഥത്തോടു കൂടി വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ഇതെന്നോടാണോ സംസാരിക്കുന്നത്? ഈ ഒരു വാചകം എനിക്ക് വേണ്ടി എൻ്റെ കറക്റ്റായ ആപ്റ്റ് അനുസരിച്ച് കൊണ്ട് അള്ളാഹു എന്നോട് നേരിട്ട് സംസാരിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുമാറ് പല ആയത്തുകളും ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെന്ത് വേണം? ഈ ഖുർആനിനെ നമ്മൾ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ മതി. നമുക്കത് പ്രയാസമായി തോന്നുമെങ്കിൽ അള്ളാൻ്റെ ഒരു വാക്കുണ്ട്, അള്ളാന്റെ വാക്ക് ഒരിക്കലും അവൻ ലംഘിക്കുകയില്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ഈ ഉത്ബോധനം പഠിക്കാനായിക്കൊണ്ട് തയ്യാറായിട്ടുള്ളത് ആരുണ്ടോ അവർക്ക് എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ 3 തവണയാണ് ഒരു സൂറത്തിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അങ്ങനെയുള്ള റബ്ബിന്റെ ആ വാക്ക് നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ ഖുർആനിനെ പഠിക്കാൻ നമുക്ക് തയ്യാറായാൽ നമുക്കതിൽ നിന്ന് വളരെ വളരെ വലിയ സന്തോഷം ലഭിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഖുർആനിനെ ആസ്വദിക്കാനും അതുപോലെ ഖുർആൻ സ്വാധീനിച്ച പല ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1-2 നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് ദാത്തുർ റിഖാ യുദ്ധത്തിന്റെ സമയത്ത് അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആരാണ് അബ്ബാദ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം വിശ്രമിക്കാൻ നിൽക്കുമ്പോൾ ആ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മധുരമായ രീതിയിൽ പരിശുദ്ധ ഖുർആന്റെ പാരായണം കേൾക്കുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഓതിത്തരുന്നത് പോലെ എനിക്ക് ആ ഒരു ഓത്ത് കേട്ടപ്പോൾ തോന്നിപ്പോയി എന്നാണ്. അതാരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് അബ്ബാദ് ബിൻ ബിശ്റാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം. ആ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ദാത്തുർ റിഖാ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുമെല്ലാം ക്ഷീണിതനായി നിൽക്കുന്ന സമയത്ത് അന്ന് വിശ്രമിക്കാനായിക്കൊണ്ട് രാത്രി ഒരു സ്ഥലത്ത് തടിച്ചു കൂടുകയാണ്.
അവരുടെ മൊത്തം ചുമതല ഏറ്റുകൊണ്ട് 2 ആളുകളാണ് കാവൽക്കാരനായി നിൽക്കുന്നത്. ഒന്ന് അബ്ബാദ് ബിൻ ബഷർ, രണ്ടാമത്തെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. ശാന്തമായ അവസ്ഥ കണ്ടപ്പോൾ അമ്മാറിനോട് അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹുമാ വറദു അൻഹുമാ, അവിടുന്ന് പറയുന്നുണ്ട്, അമ്മാറെ നീ ഉറങ്ങിക്കോ, ഇവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വുളു എടുത്ത് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഖുർആനിൻ്റെ പാരായണത്തിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് അവസരം മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് പ്രയാസത്തോടു കൂടിയുള്ള ഒരു അമ്പ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്ന് തറക്കുകയാണ്. ആ കയ്യിൽ വന്ന് തറച്ചത് അദ്ദേഹം യാതൊരുവിധ പ്രയാസവും കൂടാതെ അതിൽ നിന്ന് തൻ്റെ ഓത്തിൽ യാതൊരുവിധ തടസ്സവും വരാതെ അദ്ദേഹം ആ ഓത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു. രണ്ടാമതും വന്ന് ആഞ്ഞു കുത്തി, അപ്പോഴും അദ്ദേഹം ഓത്തിൽ തന്നെ നിന്നു. മൂന്നാമത്തെ കുത്ത് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം നിലത്തിറ്റുന്ന രംഗം കണ്ടപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ മുഴുവനായിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അബ്ബാദ് റളിയല്ലാഹു തൻ്റെ കൈ അയച്ചുകൊണ്ട് അമ്മാർ റളിയല്ലാഹുവിനെ വിളിക്കുന്ന രംഗം. അമ്മാർ ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ കുത്ത് കുത്തിയപ്പോൾ തന്നെ നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? ആ സമയത്ത് അബ്ബാദ് റളിയല്ലാഹു പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ, അത് ഓതിക്കൊണ്ട് നിന്നപ്പോൾ അത് തടസ്സപ്പെടുത്താനായിക്കൊണ്ട് എനിക്ക് തോന്നിയില്ല. ഏതവസ്ഥ, ഏതാണ് ആ രംഗം? തൻ്റെ ശരീരത്തിൽ അമ്പ് കുത്തിക്കേറിയ നിമിഷത്തിൽ പോലും താൻ പാരായണം ചെയ്ത ഖുർആന്റെ അവസ്ഥ അത് അവസാനിപ്പിക്കാനായിക്കൊണ്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും നിന്നു. മൂന്നാമത്, ഞാൻ ഇനി വീണ് പോയാൽ മുസ്ലിം സമൂഹം മുഴുവൻ നഷ്ടത്തിൽ പെട്ടുപോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ അബ്ബാദ് റളിയല്ലാഹു അൻഹു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങൾ വച്ചേക്കുകയാണ്. നമസ്കാരത്തിന് വേണ്ടി നിന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ എല്ലാം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമസ്കാരത്തിന് വേണ്ടി നിന്നുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്തിട്ട് ആ നരകത്തെ പറ്റിയുള്ള ഭാഗങ്ങൾ വന്നപ്പോൾ ഓതാനായിക്കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കാതെ അദ്ദേഹം ആ റുക്കോയിലേക്ക് പോയ രംഗം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് ഇമാമ് നിർത്താനായിക്കൊണ്ട് ആവശ്യപ്പെട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എൻ്റെ ഉപ്പയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എൻ്റെ ഉപ്പ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങിയാൽ അവിടുന്ന് കരഞ്ഞ് അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് പഠിപ്പിച്ചു തന്ന ആ സ്വഹാബാക്കളുടെ, ആ പ്രവാചകന്റെ, ആ അനുചരന്മാരുടെ എല്ലാ ചരിത്രവും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഖുർആൻ ആയത്ത് നമ്മളെന്നും ഓതുന്നില്ലേ? അവസാനത്തെ 10 സൂറത്തിൻ്റെ എങ്കിലും അർത്ഥമൊന്ന് നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വിശദീകരിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയെ വിശദീകരിക്കുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഈ റമളാനിലെങ്കിലും നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലേക്കായിരിക്കും നമ്മൾ ഉൾപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇടയിലേക്ക് ഹിദായത്തിന്, ഇന്ന് ദുനിയാവിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഈ പരിശുദ്ധ ഖുർആനിനുണ്ട്. നമ്മൾ എന്നും ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനുണ്ട്. അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു ജനതയെ മാറ്റിയ ഖുർആനാണ്. ഒരു മോശത്തരത്തിൽ ജീവിച്ചിരുന്ന ജനതയെ മുഴുവൻ നല്ല ജനതയാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ ഇന്നും നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിൽ പരിഹാരമുണ്ട്. അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി നൽകി പരമാവധി നന്മകളിൽ മുന്നേറിക്കൊണ്ട് അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ,
പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ എല്ലാത്തിലൂടെയും ഏറ്റവും ശ്രേഷ്ഠമായതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഈ പരിശുദ്ധ ഖുർആനിനെ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ഇറക്കാനായിക്കൊണ്ട് ചുമതലപ്പെടുത്തിയത് അമീനുൽ മലായിക, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ആരിലേക്കാണ് കൊണ്ടുവന്നു കൊടുത്തതോ? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. ഏത് മാസത്തിലാണ്? മാസങ്ങളിലെ തന്നെ നേതാവായി പരിചയപ്പെടുത്തുന്ന റമളാൻ മാസത്തിലാണ് ഈ ഖുർആന്റെ അവതരണം. ആ മാസത്തിൽ തന്നെ ഒരു രാത്രിയുണ്ട്. ആ രാത്രിക്കോ അതിൻ്റെ പ്രത്യേകതയായി പരിചയപ്പെടുത്തുന്നത് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് ആ മാസത്തിലുള്ളത്, ആ ഒരു ദിവസത്തിലുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ശരാശരി ജീവിതം അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് തന്നെ എൻ്റെ ഉമ്മത്തിലുള്ള ആളുകളുടെ പ്രായം എന്ന് പറയുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അതിനുശേഷം നൽകുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയുസ് പോലും 60-ൻ്റെയും 70-ൻ്റെയും ആണെങ്കിൽ ആ ഒരൊറ്റ രാത്രി നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് എന്ന് പറയുന്നത് 83 വർഷത്തോളം നമ്മൾ ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രി കിട്ടുന്നത്. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ മാസമാണ്. കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ഉത്തമരാരെന്ന് വെച്ചാൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമരാരാണെന്നറിയുമോ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളും ആ ഉത്തമരുടെ കൂട്ടത്തിലാണ് പെടേണ്ടത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. ഇന്ന് ഒരുപാട് വഴികളുണ്ട് ഖുർആൻ പഠിക്കാനായിക്കൊണ്ടുള്ള. നമ്മൾക്ക് അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയോ അതിന് നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ പഠിച്ച കാര്യങ്ങളെ തൻ്റെ കുടുംബത്തിലോ തൻ്റെ മക്കളുടെ ഇടയിലോ പഠിപ്പിക്കാനുള്ള മാർഗവും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമർ നമ്മളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കും. ഇല്ല, നമ്മൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടും ഈ ചരിത്രങ്ങളെല്ലാം നമ്മുടെ വായിലൂടെ ഒരുപാട് കേട്ട് അത് നമ്മുടെ നാവിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും നമുക്ക് ഇനിയും ഇതിനെ ഉപകാരപ്പെടുത്താനോ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകൾക്കെതിരായിക്കൊണ്ട് നാളെ പരലോകത്തേക്ക് വരും. ആ വിഭാഗം ഈ പരിശുദ്ധ ഖുർആനെ അവഗണിച്ചവരാണ്. പരിശുദ്ധ ഖുർആനിലെ തന്നെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 30-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വഖാല റസൂൽ, ആ സമയത്ത് റസൂൽ പറയും, യാ റബ്ബ്, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഈ സമൂഹമുണ്ടല്ലോ അവർ ഖുർആനിനെ അവഗണിച്ച ആളുകളാണ് റബ്ബേ എന്ന് നാളെ അള്ളാഹിൻ്റെ അടുക്കിലേക്ക് നമുക്കെതിരായി പറയുന്നൊരവസ്ഥ. ഈ ഖുർആൻ ഉണ്ടല്ലോ, നമ്മൾ ഓതിയ ഓരോ ഓത്തുമുണ്ടല്ലോ, നമ്മൾ പാരായണം ചെയ്യുന്ന ഓരോ വാചകവും ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇരട്ടി ആയിക്കൊണ്ട് പ്രതിഫലം തരുമെന്ന് പഠിപ്പിക്കുമ്പോൾ മൻ ഖറഅ ബിഹർഫിൻ മിൻ കലാമില്ല ഫലഹു ബിഹി ഹസന, ആരെങ്കിലും ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ അത് അവർക്ക് നന്മയാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ്. എന്നിട്ട് റസൂൽ വിശദീകരിച്ചിരുന്നുണ്ട്, വലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ, അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫല്ല, നേരെ മറിച്ച് അലിഫുൻ ഹർഫുൻ 10 നന്മ, ലാമുൻ ഹർഫുൻ 20 നന്മ, മീമുൻ ഹർഫുൻ 30 നന്മ. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അവൻ്റെ ഇഖ്ലാസ് അനുസരിച്ചുകൊണ്ട് അവൻക്ക് 10 നന്മ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അത്രമാത്രം പ്രതിഫലമുള്ളതാണ്. നാളെ പരലോകത്ത് വരും, സ്വർഗത്തിൽ കയറും, അവൻ്റെ അടുക്കലേക്ക് ഖുർആൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇഖ്റഉ അൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്തോ, ദുനിയാവിൽ എങ്ങനെയാണോ നീ പാരായണം ചെയ്തത് അതേപോലെ നീ പാരായണം ചെയ്തോ, അവസാനം നീ ഓതി നിർത്തുന്നത് എവിടെയാണോ അതാണ് നിന്റെ സ്വർഗത്തിലെ സ്ഥാനമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ പരമാവധി ഖുർആനുമായിക്കൊണ്ട് ബന്ധം നമുക്ക് വെക്കേണ്ട ആവശ്യം നമ്മൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അൽ ഖുർആനു ഹജ്ജത്തുൽ ലക ഔ അലൈക, ഖുർആൻ അത് നിനക്ക് വേണ്ടി അള്ളാഹിൻ്റെ അടുക്കലേക്ക് തെളിവായി നിൽക്കും,
അതുപോലെ തന്നെ നിനക്കെതിരായിട്ടും നിൽക്കും. ഈ ഖുർആൻ തന്നെ പറയും, റബ്ബേ എന്നെ അവൻ പരിഗണിച്ചിട്ടില്ല റബ്ബേ, എന്നെ അവൻ നോക്കിയിട്ടില്ല റബ്ബേ. വീടിൻ്റെ ഷെൽഫുകളിൽ, വീടിൻ്റെ ഷോക്കേസുകളിൽ മാറ്റി വെച്ചുകൊണ്ട് മാറാല പിടിച്ച് കിടക്കുകയായിരുന്നു റബ്ബേ ഞാൻ. എന്നെ ഒരു വാക്കുപോലും, എന്നെ ഒരു ഭാഗം പോലും അവൻ പാരായണം ചെയ്തിട്ടില്ല റബ്ബേ എന്നുള്ള രീതിയിൽ ആ ഖുർആൻ അള്ളാൻ്റെ അടുക്കിലേക്ക് ചെല്ലും. ഈ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുന്ന ഉപമയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അൽ ഹയ്യ് വൽ മയ്യിത്ത്. ഖുർആൻ പാരായണം ചെയ്യുന്നവനെ പറ്റി പറഞ്ഞത് അവൻ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെയും പോലെയാണ്. പാരായണം ചെയ്യുന്നവനും പാരായണം ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ ആ ഖുർആനിനെ വേണ്ട രീതിയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടവരാണ്. ആ ഖുർആനിൻ്റെ പാതയിലൂടെ കടന്നു ചെല്ലേണ്ടവരാണ്. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഖുർആനിലൂടെ എന്നുമുള്ള ഒരു ഉപദേശം നൽകാനായിക്കൊണ്ടുള്ളത് നമ്മുടെ ഒരു തീരുമാനമായി എടുക്കേണ്ടതാണ്. ഓരോ ദിവസവും ഖുർആനിനെ കൃത്യമായി പാരായണം ചെയ്ത് എല്ലാ ദിവസവും എന്നിൽ നിന്നുകൊണ്ട് ഒരു ജുസ്, ഈ റമളാനിൽ ഞാൻ ഓരോ ദിവസവും ഒരു ജുസെങ്കിലും ഞാൻ ദിവസേന ഞാൻ പാരായണം ചെയ്യുമെന്നുള്ള തീരുമാനമെടുത്താൽ ഈ ഒരു റമളാൻ കഴിയുമ്പോഴേക്കും ആ ഒരു പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും പാരായണം ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ പരമാവധി അവസരം കിട്ടുന്ന സമയത്തെല്ലാം ആ അള്ളാഹ് നമ്മളോട് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള സമയം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ അതെല്ലാം നമുക്ക് ഉപകാരമായി കൊണ്ടുവരും, ഒന്നും നമുക്ക് നഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഖുർആനെതിരായി കൊണ്ടുവരുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഖുർആനോട് കൂടി നിന്റെ സ്വർഗത്തിലെ അവസാന ഭാഗം വരെ പാരായണം ചെയ്ത് ജന്നാത്തുൽ ഫിർദൗസ് വരെ കയറി ചെല്ലാനുള്ള ഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. نور تاج البدر يبرزها نجما يشع